അതെ ചേച്ചി, ദേ ഗിരീഷ് മാഷിന്റെ ഗിഫ്റ്റാ. വിലപ്പെട്ട 2 ഗിഫ്റ്റാ ഇന്ന് എനിക്ക് കിട്ടിയത്. ഒന്ന് എന്റെ ഭർത്താവിന്റെ വക. പിന്നെ ദാ എന്റെ സഹോദരന്റെ വക. ഈ ഗിഫ്റ്റ് കിട്ടുന്നതേ വലിയ സന്തോഷമുള്ള കാര്യ. അതിപ്പോ എന്നായാലും. ആ, നന്ദൻ എനിക്കൊരു സമ്മാനം തന്നു. അത് സെലക്ട് ചെയ്തതേ ദാ ആ നിൽക്കുന്ന ദേവികയാ. ഗിരീഷ് മാഷിന്റെ സമ്മാനത്തിന് പിന്നിലും അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. എന്റെ സഹോദരിക്കുള്ള ഈ സമ്മാനം തന്നയച്ചത് എന്റെ ഒരു കസിൻ ബ്രദറാ, പ്രാഞ്ചി. ഓഹോ, ഗ്രേറ്റ്. പ്രാഞ്ചിയുടെ നന്ദി അറിയിക്കണം. ഓ ഷുവർ. സമ്മാനദാനം കഴിഞ്ഞില്ലേ? ഇനി പിരിയല്ലോ. അങ്ങനെ പിരിയാനൊന്നും പറ്റില്ല. ഒരു വട്ടമേശ സമ്മേളനം നടത്തണം. ആന്റിക്ക് ഇപ്പൊ തിരക്കുണ്ടോ? ആന്റി പൊക്കോ. ഞങ്ങള് കുറച്ച് കൊച്ചു വർത്താനമൊക്കെ പറയട്ടെ. എനിക്ക് ഗിരീഷിനോടും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ദേവിക എന്താ മാറി നിൽക്കുന്നേ? എന്തൊക്കെയാ വിശേഷങ്ങള്? ഒന്നും പറഞ്ഞില്ലല്ലോ. സുഖാണല്ലോ അല്ലേ? ഗിരീഷ് മാഷിന് ദേവിക്ക് നേരത്തെ അറിയോ? പിന്നെ അറിയാതെ. ചന്ദ്രോത്തെ കുട്ടിയല്ലേ, അറിയാതിരിക്കും. എങ്ങനെ? എവിടത്തെ കുട്ടി? ചന്ദ്രത്തെ കുട്ടിയോ? ദേവിക ചന്ദ്രത്തെ കുട്ടിയാവുന്ന എങ്ങനെയാ? മോളെ, തറവാട് പ്രശസ്തമാണെങ്കിൽ അവിടുത്തെ ജോലിക്കാർക്കും അതിന്റെ ഗുണം കിട്ടും. ഇവിടെ അടുക്കളപ്പണിക്ക് നിൽക്കുന്ന ഭാർഗവി ചന്ദ്രോത്ത ഭാർഗവിയ. അതുപോലെ ഇതിപ്പോ ചന്ദ്രോത്ത ദേവിക. വീടിന്റെ അടുത്ത് താമസിക്കുന്നവര് അടയാളം പറയുന്നത് ചന്ദ്രോത്തിന്റെ അയലത്തെന്ന. അതാ തറവാട്ട് മഹിമ. ഓ അങ്ങനെ. ഞങ്ങളുടെ നാട്ടിലൊക്കെ വീടിന്റെ ഗുണമല്ല, ആളിന്റെ ഗുണം വെച്ചാ അടയാളം പറയുന്നു. ദേവിക എന്താ മാറി നിൽക്കുന്നേ? ഇങ്ങോട്ട് വരൂ. ആ മോളെ, ദേവിക ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? സുഖമല്ലേ? സുഖമായിട്ട് പോകുന്നു. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? സുഖമായിരിക്കുന്നല്ലോ അല്ലേ? സുഖം, സന്തോഷം. അദ്ദേഹത്തെ പോലൊരാളെ കിട്ടിയതാ എന്റെ ഭാഗ്യം. എന്നെ മനസ്സിലാക്കുന്ന ആള്, എന്റെ കൂടെ നിൽക്കുന്ന ആള്. ഞങ്ങളുടെ ബന്ധം തകർക്കാൻ പോലും പലരും ശ്രമിക്കുന്നു. പക്ഷേ ഞങ്ങളെ പിരിക്കാൻ ആർക്കും പറ്റില്ല. അതാരാ ദേവികെ?
ദേവികയും ഭർത്താവിനെയും പിരിക്കാൻ ശ്രമിക്കുന്നേ?